ചില സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തില് 72 ശിഷ്യന്മാര് തിരികെ വന്നിട്ട് ഈശോയോട് പറയുകയാണ്. അവർ വളരെ സന്തോഷത്തോട് പറയുകയാണ്, കർത്താവെ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്ന് പറയുകയാണ്. ഈശോ അവരോട് മറുപടിയൊക്കെ പറയുന്നുണ്ട്. പിശാചുക്കൾ നിങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്നതിൽ നിങ്ങളെ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തൊട്ടടുത്ത വചനത്തിൽ പ്രകാരം പറയുകയാണ്. തുടർന്ന് അവൻ ആത്മാവിൽ ആനന്ദിച്ചുകൊണ്ട് പിതാവിനോട് പ്രകാരം പറഞ്ഞു എന്നിട്ട് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള സന്തോഷം ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്നാമത്തെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ളൊരു സന്തോഷമാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു പ്രവർത്തനം ഫലം കാണുന്നു, അല്ലെ? ഞങ്ങളുടെ ഒരു സുവിശേഷ പ്രവർത്തനത്തിലൂടെ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭൗതികമായിട്ട് അവർക്കുണ്ടായ ഒരു സന്തോഷമാണ്. രണ്ടാമത്തെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈശോയുടെ സന്തോഷമാണ്. അതിനെ സുവിശേഷം രേഖപ്പെടുന്ന പ്രകാരമാണ് ആത്മാവിൽ സന്തോഷിച്ചുകൊണ്ട് അവൻ ഇപ്രകാരം പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സാധാരണ സന്തോഷമുണ്ട്, ആത്മാവിലുള്ള സന്തോഷമുണ്ട്. ഈ ആത്മാവിലുള്ള സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 17-ാം വചനത്തില് പൗലോസ് പ്രകാരം പറയുന്നുണ്ട്, സ്വർഗരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, മറിച്ച് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണെന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആത്മാവിൽ സന്തോഷിക്കാനായിട്ട് സാധിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ വചനഭാഗങ്ങൾ കേട്ടു കഴിയുമ്പോൾ നമുക്ക് ഈ ആത്മാവിലുള്ള സന്തോഷം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിലുള്ള ഒരു ആനന്ദത്താൽ നിറയാൻ വേണ്ടിയിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്